ഹലോ, ഏവർക്കും സ്മാർട്ട് പേസ് ഓൺലൈൻ സ്വാഗതം. LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള 10ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് EMSനെ കുറിച്ചും പിന്നെ ഈ പ്രധാനപ്പെട്ട വിളകളും ജന്മസ്ഥലവും പിന്നെ ഈ വിത്ത് വിതരണം പിന്നെ ഈ പരാഗണം അതൊക്കെയാണ്. അതൊക്കെ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളാണ് LGS പോലത്തെ പരീക്ഷകൾക്ക്. പിന്നെ നമുക്ക് LGS മെയിൻസിന് ബാച്ചുണ്ട്. LGS മെയിൻസിന് ബാച്ചിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചേരുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ബാച്ചിലേക്കായിരിക്കും നിങ്ങൾ ചേരുന്നത്. അതായത് ഫെബ്രുവരി 7-ാം തീയതി വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ലെവലായിരിക്കും ക്ലാസ് പോകുന്നത്. ഫെബ്രുവരി 7-ാം തീയതിക്ക് ശേഷം പിന്നെ LGS മെയിൻസ് ഫോക്കസ് ചെയ്ത് 2024 LGS മെയിൻസ് ഫോക്കസ് ചെയ്ത് ബേസ് തൊട്ടുള്ള ക്ലാസ് ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതല്ല ഫെബ്രുവരി 7-ാം തീയതി മുതൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആ സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ തരും, ആ സമയത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, മന്ത്ലി ഫീസ് 500 രൂപയാണ് LGS ബാച്ചിന്. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. ഓക്കെ, ശരി, തുടങ്ങാം പിള്ളേരെ, പഠിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS ആണ് കേട്ടോ. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് പിള്ളേരെ? EMS ആണ്. EMS ആരാണ്? EMS ഇന്ത്യയുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി പറയാൻ വന്നത്. നീ 2 ദിവസം ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. അപ്പോൾ അറിയാം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? EMS. നമ്മൾ ഈ EMS പരീക്ഷകളിൽ, പ്രത്യേകിച്ച് LGS പോലത്തെ പരീക്ഷകളിൽ EMS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EMS ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? EMS. ഇദ്ദേഹം പറഞ്ഞ കണക്ക് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? EMS. കേട്ടോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS. ഈ EMSന് വിളിപ്പേരുണ്ട്, എന്താണ്? കുഞ്ചു എന്ന വിളിപ്പേര് ഇദ്ദേഹത്തിനാണുള്ളത് കേട്ടോ. കുഞ്ചു. നിന്റെ വിളിപ്പേരുണ്ട് എന്താ? എന്റേത് ഞാൻ കട്ട് ചെയ്യും. ഇവന്റെ വിളിപ്പേര് കിച്ചു പറയരുത്. ജോബിന് വിളിപ്പേരുണ്ടാടാ? വിളിപ്പേരില്ല. ഓക്കെ, ശരി. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? നിന്നെയും കട്ട് ചെയ്യും. ഓക്കെ, കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാ? EMS. അങ്ങനെയൊക്കെ ചോദിച്ചാലും വളരെ ഡൗട്ടൊന്നും അടിക്കേണ്ട. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര് തന്നെയാണ്? EMS തന്നെയാണ്. EMS ജനിച്ച വർഷം തീയതി പറയാൻ പറ്റുമോ? മിന്റോ മോളി പരിഷ്കാരം ആ വർഷമാണ് 1909. ഡേറ്റ് അറിയോ? ഡേറ്റ് ജൂൺ 13. എന്താ പിള്ളേരെ? ജൂൺ 13 കേട്ടോ. അപ്പോൾ 1909 ജൂൺ 13 ആര് ജനിക്കുന്നത്? EMS ജനിക്കുന്നത്. ഓക്കെ, EMSന്റെ മുഴുവൻ പേരാണ് ഏലംകുളം മനക്കൽ. എന്താണ് പിള്ളേരെ? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. എന്താണ് പിള്ളേരെ? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMSന്റെ പൂർണ്ണരൂപം എന്താണ്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ജനിച്ച സ്ഥലം മലപ്പുറത്ത് എവിടെ? പെരിന്തൽമണ്ണ. മലപ്പുറത്ത് പെരിന്തൽമണ്ണ. എന്താ പൊന്നാനി? മലപ്പുറത്തെ പെരിന്തൽമണ്ണ. ഓക്കെ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? EMS. അപ്പൊ കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? EMS. ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാ? EMS ആണ്. ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? EMS ആണ്. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? EMS. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകനും ആരാണ് പിള്ളേരെ? EMS. 1934 1934 മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രമാണ് ഏത്? പ്രഭാതം. മനസ്സിലായ? അപ്പോൾ 1934 മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രമാണ് ഏത്? പ്രഭാതം. ഓക്കെ, VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? EMS ആണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി EMS ആണ്. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വർഷം? EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വർഷം? 19 പറയാൻ പറ്റുമോ? 34. 1934. ഓക്കെ, അത് 34. ഓക്കെ, ഒരു പനി വന്ന് നീ ഇപ്പൊ പറഞ്ഞ ശരിയാവണല്ലേ, വീണുപോയി. 1935 KPCC സെക്രട്ടറി ആയിരുന്ന ആരാ? ഇടയ്ക്ക് EMS വെച്ചല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആര്? EMS. അപ്പൊ 1935 KPCC സെക്രട്ടറി ആയിരുന്ന വ്യക്തി ആരാണ്? EMS. KPCCയുടെ പൂർണ്ണരൂപം പറ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. KPSCയുടെ പൂർണ്ണരൂപം? KPSC കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. KPSCയുടെ പൂർണ്ണരൂപം എന്താ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്.
ശരി. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ പിള്ളേരെ? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? EMS. കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരാണ് EMS നമ്പൂതിരിപ്പാട്. ജനിച്ച വർഷം 1909 ജൂൺ 13. പൂർണ്ണനാമം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണ, മലപ്പുറം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ പ്രധാന പങ്കുവഹിച്ചത് EMS. ഐക്യകേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് EMS. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ EMS. ഏത് വർഷമാണ് പ്രഭാതം? 34. എന്തിനു വേണ്ടിയിട്ടാ? മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് സ്വാധീനിക്കാൻ വേണ്ടി, അല്ലെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രമാണ് ഏത്? പ്രഭാതം. VT ഭട്ടതിരിപ്പാട് നയിച്ച ഈ യോഗക്ഷേമയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാടല്ല കേട്ടാ. നമുക്ക് അങ്ങനെ തെറ്റായി ചോദിക്കാറുണ്ട് കേട്ടാ. അതായത് ഇതിന്റെ പ്രധാന പ്രവർത്തകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടാൽ VT ഭട്ടതിരിപ്പാടാണ്. പക്ഷെ സ്ഥാപകൻ അദ്ദേഹമല്ല. ഇനി PSC സ്ഥാപകനെന്ന് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട? മാറ്റാൻ നിൽക്കട്ടെ. നിങ്ങൾ VT ഭട്ടതിരിപ്പാട് എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? കാരണം യോഗക്ഷേമ സഭ രൂപം കൊള്ളുമ്പോൾ VT ഭട്ടതിരിപ്പാടിന് വെറും 12 വയസ്സേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ പ്രധാന പ്രവർത്തകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. സ്ഥാപകൻ എന്ന് ചോദിച്ചാലും ആര് തന്നെ? VT ഭട്ടതിരിപ്പാട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിയാണ് ആര്? EMS. ഓക്കെ, EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷം 34. ഇദ്ദേഹം KPCC സെക്രട്ടറി ആയിരുന്ന വർഷം 35. അപ്പോൾ 35 ഇദ്ദേഹം എന്തായിരുന്നു? KPCC സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, KPCC സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഒന്നാം നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാ? നീലേശ്വരം. ഏത് മണ്ഡലമാണ്? നീലേശ്വരമാണ് കേട്ടോ. ഓക്കെ, ശരി. ഈ നീലേശ്വരത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണ്? നീലേശ്വരം ഏത് ജില്ലയിലാ? കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? നീലേശ്വരമാണ്. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? നീലേശ്വരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ മോനെ? തൃശ്ശൂർ. തിരുവനന്തപുരം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? സാംസ്കാരിക തലസ്ഥാനം ആർക്കും അറിയാം? വെഞ്ഞാറമൂട് പറയാൻ കാരണം ചുമ്മാ കറക്കി വിടുകയാണ് കേട്ടോ. സുരാജ് വെഞ്ഞാറമൂട് ഓർത്തിട്ടാണ് പറയണത്. തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ചിറയൻകീഴാണ് സാർ. ചിറയൻകീഴ്. തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ചിറയൻകീഴ്. നമ്മൾ ആര്? അബ്ദുൽ ഖാദർ പ്രേംനസീറിന്റെ ജന്മസ്ഥലം ചിറയൻകീഴ്. മോനെ, പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? ആറന്മുള. പത്തനംതിട്ട ആറന്മുളയാണ് കേട്ടോ. ആറന്മുളയാണ്. ആലപ്പുഴയുടെ ഏതാ? ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ് കേട്ടോ. അത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് ഏത്? നീലേശ്വരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന എവിടെയാണ്? നീലേശ്വരം. ഇവിടെ കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന ഏക ജില്ല ഏതാ? കാസർഗോഡ്. ടൊബാക്കോ കൾട്ടിവേഷൻ ഉള്ള ഒരേ ഒരു ജില്ല ഏതാണ്? കാസർഗോഡ്. ഓക്കെ, ശരി. അടുത്ത്, ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് എന്നിവ അവതരിപ്പിച്ച മന്ത്രിസഭ ഏതാ? ഒന്നാം EMS മന്ത്രിസഭയാണ് കേട്ടോ. ഏതൊക്കെയാണ് വളരെ? ഭൂപരിഷ്കരണ ഓർഡിനൻസ് ഏതാണ്? ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബിൽ എന്നിവ അവതരിപ്പിച്ച മന്ത്രിസഭ ഏതാണ്? ഒന്നാം EMS മന്ത്രിസഭ. ഓക്കെ, കാർഷിക ബന്ധ ബിൽ ഏത് ഗവൺമെന്റ് കാലത്തെ പരിഷ്കാരമായിരുന്നു? EMS. അത് നമ്മൾ ചോദിക്കും. കാർഷിക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? EMS. ഓക്കെ, കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ട? കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വ്യക്തി ആരാണ്? EMS ആണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വ്യക്തിയും EMS ആണ്. EMS അന്തരിച്ചത് 1998 മാർച്ച് 19. ഓക്കെ, അപ്പോൾ 1909 ജൂൺ 13 ജനിക്കുകയും 1998 മാർച്ച് 19 അന്തരിക്കുകയും ചെയ്തു. മനസ്സിലായില്ല? ആര് അന്തരിച്ചു? EMS അന്തരിച്ചു. ഓക്കെ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിമാരാണ്? EMS ആണ്. അപ്പോൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS. അശോക് മേത്ത കമ്മിറ്റി കേട്ടോ. അശോക് മേത്ത കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി കൂടിയാണ് ആര്? EMS. മനസ്സിലായില്ലേ? അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? EMS ആണ്. ഓക്കെ, EMS അക്കാദമി എവിടെയാ? കണ്ണൂരല്ല.
വെളപ്പിശാല. EMS അക്കാഡമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വെളപ്പിശാല, തിരുവനന്തപുരം. EMS അക്കാഡമി എവിടെ മുന്നേ? വെളപ്പിശാല, തിരുവനന്തപുരം. ഓക്കെ. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചതാര്? അപ്പുകുട്ടൻ വള്ളിക്കുന്ന് കേട്ടോ. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചതാരാണ് പിള്ളേരെ? അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. ഓക്കെ. ഇനി അടുത്ത പ്രധാന കൃതികൾ നോക്കണം പിള്ളേരെ. EMSന്റെ പ്രധാന കൃതികളാണ്. ശ്രദ്ധിച്ചേരണേ. കേരളം മലയാളികളുടെ മാതൃഭൂമി. ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ. അപ്പൊ നാളെ പറഞ്ഞേ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ. അടുത്ത നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ഓക്കെ. 1.25 കോടി മലയാളികൾ. ഏതാണ്? 1.25 കോടി മലയാളികൾ. ഓക്കെ ആണല്ലോ. ശരി. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. എന്താണ്? കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ഓക്കെ. കേരള യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ. ഓക്കെ. ലാസ്റ്റ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പീസ് ആൻഡ് മൂവ്മെന്റ് ഇൻ കേരള. കണ്ടോ? പെസന്റ് അല്ലേ? പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. ശരി. അപ്പോൾ ഇത്രയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, 1.25 കോടി മലയാളികൾ, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്, കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് EMSന്റെ കൃതികൾ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഓടിച്ചു വരാം. ശരി. കേരളത്തിന് ആദ്യ മുഖ്യമന്ത്രി EMS. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ മുഖ്യമന്ത്രി EMS. ഓക്കെ. EMS നമ്പൂതിരിപ്പാട് ജനിച്ചത് 1909 ജൂൺ 13. ഓക്കെ. പൂർണ്ണനാമം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ജനിച്ച സ്ഥലം മലപ്പുറം പെരിന്തൽമണ്ണ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് EMS. ഐക്യകേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് EMS. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ EMS. ഏത് വർഷം? 1934. മലബാർ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രമാണ് ഏത്? പ്രഭാതം. VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി EMS. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രി EMS ആണ്. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വർഷം 1934. 1935 KPC സെക്രട്ടറി ആയിരുന്നത് ആരാണ്? EMS ആണ് കേട്ടോ. ഓക്കെ. അടുത്ത്, ഒന്നാം നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരമാണ്. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബിൽ എന്നിവ അവതരിപ്പിച്ച മന്ത്രിസഭ ഒന്നാം EMS മന്ത്രിസഭയാണ്. കർഷക ബന്ധ ബിൽ ഏത് മന്ത്രിസഭയുടെ കാലത്തായിരുന്നു? ഒന്നാം മന്ത്രിസഭ. കേരള മോഡൽ വികസനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? EMS. ഓക്കെ. കേരള മോഡൽ വികസനം EMSമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് ആര്? അന്തരിച്ചത് 1998 മാർച്ച് 19. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വിളപ്പിശാല, തിരുവനന്തപുരം. ഓക്കെ. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചതാര്? അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. ഓക്കെ. അടുത്ത പ്രധാന കൃതികൾ. EMSന്റെ പ്രധാന കൃതികൾ: കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, 1.25 കോടി മലയാളികൾ, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്, കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഓക്കെ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. PEASANT പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. ശരി. അപ്പോൾ ഇത്രയൊന്ന് പഠിക്കണം. ആര് പറയും? മുന്നേ നീ പറയും. മുന്നേ കിട്ടത്തില്ല. ഓക്കെ. ചോദിക്കട്ടെടാ. ഓക്കെ. ശരി. ഇത് പ്രധാനപ്പെട്ട ചോദ്യം മൊത്തം ചോദിക്കത്തുള്ളേ. EMS നമ്പൂതിരിപ്പാട് ജനിച്ച വർഷം 1909 ജൂൺ മാസം 13. പൂർണ്ണ രൂപം? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണ എവിടെയാണ്?
മലപ്പുറം. ഓക്കെ. EMS ആരംഭിച്ച പത്രം പ്രഭാതം. ഓക്കെ. ഈ 34. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി വർഷം. ഓക്കെ. EMS KPC സെക്രട്ടറി ആയിരുന്നത് 35. ഓക്കെ. EMS ഒന്നാം മന്ത്രിസഭയിലേക്ക് അല്ല ഒന്നാം നിയമസഭയിലേക്ക് മത്സരിച്ച മണ്ഡലം ഏതാ? നീലേശ്വരം. ഓക്കെ. ഈ ഒരു വികസനം പറഞ്ഞു EMSമായി ബന്ധപ്പെട്ട ഒരു വികസന മോഡൽ. കേരള മോഡൽ. ഓക്കെ. ഈ EMS അന്തരിച്ചത് 18 മാർച്ച് 19. ഓക്കെ. അവിടെ EMS അക്കാഡമി എവിടെ വീത്തെ? വെളുപ്പിശാല EMS അക്കാഡമി. ഓക്കെ. ശരി. അടുത്ത EMS നമ്പൂതിരിപ്പാട്. ആൻസി ഉറങ്ങണ? EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായി അറിയപ്പെടാത്ത EMS ജയിച്ചതാരാ? അപ്പുകുട്ടൻ വള്ളിക്കൊന്ന്. ശരണ്യ കൃതികൾ പറഞ്ഞോളൂ. കേരളം മലയാള മാതൃഭൂമി. ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്. 1.25 കോടി മലയാളികൾ. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. നെഹ്റു അതുപോലെ വേറെ ഉള്ള പേരും വച്ചിട്ടുണ്ട്. കാൾ മാർക്സ് മാറ്റത്തിൻ്റെ പുതുയുഗത്തിൻ്റെ വഴികാട്ടി. ഓക്കെ. ശരി. അടുത്ത് കേരള എന്ന് പറയുന്ന 2 കൃതികളുണ്ട്. കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഓക്കെ. അടുത്ത് കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. അടുത്ത് 1, 2 ഇനി എണ്ണം കൂടെ പറയാത്തത്. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് പറഞ്ഞായിരുന്നാ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇത്രയും കൃതികളുണ്ട്. ഓക്കെ. അപ്പോൾ പഠിക്കുക നന്നായി പഠിക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? ശരി. അതുപോലെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാ? അൽഫോൺസാമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൺസാമയാണ്. അവിടെ ഷമീം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. സുബിനെ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ. ഓക്കെ. പെരിയാർ. അവിടെ അർച്ചന. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ നസീർ. ഓക്കെ. അവിടെ അപർണ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ. ഓക്കെ. അവിടെ അതുല്യ. 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീനാരായണ ഗുരു അല്ല. ക്ലൂ ഒന്നുമില്ല. 2 ഇനിഷ്യലുണ്ടാ? നിനക്ക് 2 അതിൽ UB 2 ഇനിഷ്യലേ ഉള്ളൂ. അതൊരു ക്ലൂ ആണ്. ഓക്കെ. ഷംനയ്ക്ക് അറിയോ 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഓക്കെ. പറടാ. VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണൻ. 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി VK കൃഷ്ണമേനോനാണ്. ഓക്കെ. 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാ? ആദ്യമേ പ്രത്യക്ഷപ്പെട്ട മലയാളി വനിത ആരാ? സിസ്റ്റർ അൽഫോൺസാമ. ഓക്കെ. 2 തവണ പ്രത്യക്ഷപ്പെട്ട സിസ്റ്റർ അല്ല, വിശുദ്ധ അൽഫോൺസാമ. ഓക്കെ. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാ? മറ്റേ ശ്രീനാരായണ ഗുരു അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങ് ഡൗട്ട് വന്നത് അല്ലേ? ഇവിടെ അൽഫോൺസാമയാണ് കേട്ടോ. ഓക്കെ. അതായത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. എന്നാൽ 2 തവണ ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത് ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല. അതാരാണ്? അത് VK കൃഷ്ണമേനോനാണ്. ആദ്യമേ പ്രത്യക്ഷപ്പെട്ട മലയാളി വനിത ആരാ? അൽഫോൺസാമ. എന്നാൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയും ആര് തന്നെയാണ്? അൽഫോൺസാമ തന്നെയാണ്. ഓക്കെ. ആദ്യമേ പ്രത്യക്ഷപ്പെട്ട പത്രം മലയാള മനോരമ. 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട പത്രം ഏതാ? മലയാള മനോരമ. ഓക്കെ. ശരി. അത്രയും നമ്മൾ പഠിച്ചു. ഇനി വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഏത് രാജ്യത്തിൻ്റെയാണ്? ശ്രീലങ്ക. അതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. ശരി. നമുക്ക് ഞാൻ അടുത്ത് കുറച്ച് പൊളിറ്റിക്സ് പഠിക്കാം. സുനിത ബോസ് ചെയ്തേ. പിള്ളേരെ, ഈ അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം എങ്ങനെയാണ്? കാറ്റ് വഴി. നിങ്ങളത് ശരിയാക്കി. ഓക്കെ ആണല്ലോ. പേര
വവ്വാലക്കൾ. ജന്തുക്കൾ വഴി കേട്ടാ, പേര ജന്തുക്കൾ വഴിയാണ്. ഓക്കെ. കാശിത്തുമ്പ. പൊട്ടിത്തെറിച്ച്. കാശിത്തുമ്പ പൊട്ടിത്തെറിച്ച്. ഓക്കെ. ചേമ്പ്. ഈച്ച വഴി. ഓക്കെ. ചേന. ഈച്ച. ഓക്കെ. അപ്പം ഞാൻ ആദ്യം കാറ്റ് വഴി നിങ്ങൾ എല്ലാം വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ. നിങ്ങൾ ഈ വിത്ത് വിതരണം പരാഗണം പഠിച്ചിരിക്കുകയാണല്ലേ? പരാഗണം അറിയോ? പരാഗണത്തിന് ഇംഗ്ലീഷ് എന്താ? പോളിനേഷൻ. ഓക്കെ. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്ന പേരെന്താ? കാറ്റ് വഴിയുള്ള പരാഗണം ആർക്കും അറിയാം? അനിമോഫിലി. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്ന പേരാണ് അനിമോഫിലി. ഓക്കെ. ജന്തുക്കൾ വഴിയുള്ള പരാഗണം പറയടാ. സൂഫിലി. അയ്യോ, സൂഫിലി റൈറ്റ് ആൻസർ ആണ്. എടാ അനിമോഫിലി, അനിമോളജി എന്ന് പറഞ്ഞാൽ കാറ്റിനെ കുറിച്ചുള്ളത് കേട്ടാ, അത് അങ്ങോട്ട് മാറിപ്പോഴുത്. അനിമോഫിലി എന്ന് പറഞ്ഞാൽ കാറ്റ്. എടാ അനിമോഫിലി എന്ന് പറഞ്ഞാൽ കാറ്റ് വഴിയുള്ള പരാഗണമാണ് ഏത്? അനിമോഫിലി. ഓക്കെ. ജലത്തിലുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി. ജലത്തിലുള്ള പരാഗണം ഹൈഡ്രോഫിലി. ജന്തുക്കൾ വഴിയുള്ള പരാഗണം സൂഫിലി. ഓക്കെ. ജന്തുക്കൾ വഴിയുള്ള പരാഗണം സൂഫിലി. ഓക്കെ. ഷഡ്പദങ്ങൾ വഴിയാണെങ്കിൽ എൻഡമോഫിലി. എന്താണ് എൻഡമോഫിലി? എൻഡമോഫിലി. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എൻഡമോളജി. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം എൻഡമോളജി. അപ്പൊ ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം എൻഡമോഫിലി. നാലും പറയടാ. ചോദ്യ ഉത്തരം നീ തന്നെ പറ. മൃഗങ്ങൾ വഴിയുള്ള പരാഗണം സൂഫിലി. ആണല്ലേ? മൃഗങ്ങൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എന്ത്? മൃഗങ്ങൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എന്ത്? സൂഫിലി. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എന്ത്? അനിമോഫിലി. ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എന്ത്? എൻഡമോഫിലി. എൻഡമോഫിലി. ഒന്ന് രണ്ട്. ജലം വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എന്ത്? ഹൈഡ്രോഫിലി. ഓക്കെ. നീ ചിരിച്ചല്ലേ? ഓക്കെ. ശരി. അപ്പൊ പിള്ളേരെ വിത്ത് വിതരണം, കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് പറയാൻ പോണത്. പരാഗണമല്ല, വിത്ത് വിതരണമാണ് കേട്ടോ ഈ പറയാൻ പോണത്. ഓക്കെ. ആദ്യം നമ്മൾ പറഞ്ഞു ഏതാ? അപ്പൂപ്പൻ താടി. താടി നനച്ചു തുടങ്ങിയ എൻ്റെ ഇഷ്ടംപോലെ മടിയുണ്ട്. കല്യാണം കഴിയുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിന്നെ പറഞ്ഞല്ലേ സാഹചര്യം. ഓക്കെ. എടാ അപ്പൂപ്പൻ താടി. പിന്നെ നെല്ല്. മഹാഗണി. ഏതാണ്? മഹാഗണി. ഗോതമ്പ്. ചോളം. കരിമ്പ്. ഞാൻ ഇപ്പൊ 6 എണ്ണം പറഞ്ഞു. ഈ 6 എണ്ണം ഇതുപോലെ പറയാൻ മെമ്മറി ഉള്ള ആരുണ്ട്? ആര് പറയാലോ? ഒരാൾ വെല്ലുവിളി ഏറ്റെടുക്കണം. ആര് പറയും? ഇല്ല. ഇവിടെ അർച്ചന. അപർണ പറ. കുറച്ച് പറ. അപ്പൂപ്പൻ താടി, നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്, മഹാഗണി. ഓക്കെ. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് പരാഗണമല്ല വിത്ത് തരണം? കാറ്റ്. ഏതൊക്കെ? അപ്പൂപ്പൻ താടി, നെല്ല്, മഹാഗണി, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഓക്കെ. ജലം വഴി തേങ്ങ അല്ലടേ, തെങ്ങ്. തെങ്ങ് ഏതാണുള്ളത്? തെങ്ങും 1 2. കമുകൊന്നുമില്ല. കുരുമുളക്. റൈറ്റ് ആൻസർ. യു സെഡ് ഇറ്റ് മാൻ. ഓക്കെ. ശരി. കുരുമുളക്. അപ്പൊ തെങ്ങും കുരുമുളകും. കുരുമുളക് മഴ പെയ്യുമ്പോഴല്ലേ പരാഗണം. ഓക്കെ. ശരി. അപ്പൊ തെങ്ങ് കുരുമുളക് എന്താണ്? ജലം വഴിയാണ്. ഈ ജലം വഴി പരാഗണം നടക്കണം. ഈ തെങ്ങ് ജലം വഴി എന്ന് പറഞ്ഞാൽ മറ്റേ മഴ പെയ്യും. അത് തന്നെ. ഈ തെങ്ങ് നിങ്ങൾ നോക്കിയേ, തീരപ്രദേശങ്ങളിൽ ഈ പുഴയുടെ തീരത്തൊക്കെയാണ് തെങ്ങ് കൂടുതൽ. അത് കാരണം എന്താണ്? അവിടെയാണ് പെട്ടെന്ന് തേങ്ങ താഴെ വീണ് വെള്ളത്തിൽ ഒലിച്ച് പോയി അത് കഴിഞ്ഞ് കരയിലോട്ട് കയറും. അവിടെ കിടന്ന് എന്ത് ചെയ്യും? പൊടിക്കും. ഒരു തെങ്ങ് പൊടിക്കും. വീണ്ടും അതിന് തേങ്ങ വീഴുന്നു, വെള്ളത്തിൽ ഒലിച്ച് പോകുന്നു, വേറെ കരയിൽ കയറുന്നു. എന്ത് ചെയ്യും? അവിടെ കിടന്ന് പൊടിക്കുന്നു. വീണ്ടും വീഴുന്നു, പോകുന്നു, കയറുന്നു, പൊടിക്കുന്നു. മനസ്സിലായ? ഓക്കെ. ഇതാണ് ഇതിൽ നടക്കുന്നത്. ഏത് നടക്കുന്നത്? തെങ്ങിന് കിടക്കുന്നത്. കുരുമുളക് ഇങ്ങനെയാണോ? ഒലിച്ചു പോയാണോ? മഴത്തുള്ളികൾ. ശരി. അത് ജന്തുക്കൾ വഴി. ജൂബിലി. അതല്ല. ജന്തുക്കൾ വഴി വിത്തുകൾ നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് പറയാൻ പോണത്. ഓക്കെ. പേര. വേറെ ആൽമരം. പേര, ആൽമരം, പ്ലാവ് ജന്തുക്കൾ വഴിയാണ് കേട്ടാ. പ്ലാവ്. ഓക്കെ. അസ്ത്രപ്പുല്ല് കേട്ടാ. അപ്പൊ പേര്, ആൽമരം, പ്ലാവ്, അസ്ത്രപ്പുല്ല് കേട്ടോ. ഏതൊക്കെയാണ് പിള്ളേരെ? പേര്, ആൽമരം, പ്ലാവ്, അസ്ത്രപ്പുല്ല്. ഇതെല്ലാം എന്താണ്? ജന്തുക്കൾ വഴി. ഓക്കെ. അടുത്ത് പൊട്ടിത്തെറിച്ച്. കാശിത്തുമ്പ, വെണ്ടയും കാശിത്തുമ്പയൊക്കെ എന്താണ്? പൊട്ടിത്തെറിച്ച്. അത് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഈ തുമ്പ ഇങ്ങനെ അതിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടും. മനസ്സിലായില്ലേ? വെണ്ട പൊട്ടും. അങ്ങനെ വെണ്ട പൊട്ടല്ല, വെണ്ട കീറി ഇങ്ങനെ വരുമല്ലേ?
പൊട്ടിക്കീറി മറ്റില്ല, അത് ഇങ്ങനെ ടപ്പനെ പൊട്ടത്തില്ല. വെണ്ണേനെ പൊട്ടുമോ? അതിങ്ങനെ അതിനെ മറ്റേത് നമ്മൾ ഈ കാശത്തുമ്പോൾ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് അങ്ങനെ പയ്യ ഇങ്ങനെ കീറി 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 അങ്ങനെയാണല്ലേ ഉണ്ടാ. നമ്മളെ പരാതി നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. വെണ്ട കറി വെച്ചാൽ തിന്നെ അറിയില്ല എനിക്ക്. എനിക്കും അത് തന്നെ, അത് തിന്നാൻ മാത്രമേ ഇത് അറിഞ്ഞുകൂടാ. ഓക്കെ, വീട്ടിൽ വെണ്ട കൃഷി ഉണ്ട് അമ്മയ്ക്ക്. ഓക്കെ, ശരി. അടുത്ത് ഷഡ്പദങ്ങൾ വഴി ഏതൊക്കെയാണ്? ഷഡ്പദങ്ങൾ ചേനയും ചേമ്പും. ഷംന അവിടെ ആഘോഷിക്കുകയാണല്ലേ, ഇങ്ങോട്ട് നോക്ക്. ഷഡ്പദങ്ങള് ചേന ചേമ്പ്. ഏതാണ്? ചേന ചേമ്പ്. ഓക്കെ, ശരി. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അപ്പോഴേ കാറ്റ്, അപ്പുപന്താടി, നെല്ല്, മഹാഗണി, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇത് പഠിക്കാൻ എളുപ്പമാണേ. അപ്പുപന്താടി അവിടെ നിർത്തിക്കോണം. നെല്ല്, ഗോതമ്പ്, ചോളം, ആ മൂന്നങ്ങ് ഒരുമിച്ച് പഠിച്ചോണം. നെല്ല്, ഗോതമ്പ്, ചോളം, അതിൻ്റെ അടുത്തൊരു കരിമ്പ് വയ്ക്കണം, അപ്പുറത്തൊരു മഹാഗണി. ക്ലിയർ ആണല്ലോ? ശരി. അപ്പം അപ്പുപന്താടി, നെല്ല്, ഗോതമ്പ്, ചോളം, അടുത്തൊരു കരിമ്പ്, അപ്പുറത്തൊരു മഹാഗണി. ഓക്കെ. ജലം അറിയാലോ, തെങ്ങ്, കുരുമുളക്. ജന്തുക്കള് പേര, പ്ലാവ്, ആൽമരം, അസ്ത്രപ്പുല്ല്. ഓക്കെ. പൊട്ടിത്തെറിച്ച് വെണ്ട, കാശിതുമ്പ. ഷഡ്പദങ്ങള് ചേന ചേമ്പ്. ഓക്കെ, ഇനി നമുക്ക് വിളകളും ജന്മദേശവും പഠിക്കാം. ഓക്കെ, അത് പഠിച്ച് നമുക്ക് മതിയാക്കാം. ശരി. മാമ്പഴം. മാമ്പഴം, മാമ്പഴം ഇന്ത്യയാണ്. ഓക്കെ, മാമ്പഴം ഇന്ത്യയാണ്. ഓക്കെ, അങ്ങനെ പപ്പായ പറ. തെക്കേ അമേരിക്ക രാജ്യം പറഞ്ഞാൽ മതി. ബ്രസീലല്ല, അമേരിക്ക. ഞാൻ പറഞ്ഞുതരാം. ഈ പപ്പായ നമ്മൾ മെക്സിക്കോ. മെക്സിക്കോ പപ്പായ ജ്യൂസ് അടിക്കാൻ നമ്മൾ മെക്സി ഇടത്തില്ലേ പിള്ളേരെ? മെക്സിക്കോ. ഓക്കെ. അടുത്ത് വാനില. രാജ്യം പറയടി. വാനില. വാനില എവിടാ? വാനില മെക്സിക്കോ. നമ്മൾ വാനില ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ഇടുമല്ലോ, മിക്സി ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ വാനില പപ്പായ എവിടെയാണ്? മെക്സിക്കോ. ഓക്കെ. കഴുതച്ചക്ക പറയടാ. പോർച്ചുഗൽ. നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോർച്ചുഗീസ് കൊണ്ടുവന്നതെന്ന്. ഇല്ല, അവന് അങ്ങേ ഏറ്റവും വലിയ ചോദ്യമെല്ലാം അറിയാം. ചെറിയ ചോദ്യത്തിന് മണ്ടത്തിന് വിളിച്ചു വരണവൻ. ഓക്കെ. കഴുതച്ചക്ക ബ്രസീല്. കഴുതച്ചക്ക ബ്രസീല്. ഓക്കെ, ബ്രസീൽ. ഓക്കെ, ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടാ. ആർക്ക് പറയാം? പുളി. പുളി. ചൈന പറയാൻ കാര്യം? പുളി അല്ല, അമേരിക്കയല്ല, അല്ല, യൂറോപ്പും അല്ല, ഇന്ത്യ അല്ല, ഇന്തോനേഷ്യ അല്ല, അറബാ? പുള്ളിയാ? ഈന്തപ്പഴല്ല ചോദിച്ചത്. ഓക്കെ. എടാ, ആഫ്രിക്ക. 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 പുളി ആഫ്രിക്ക കേട്ടോ. ആഫ്രിക്ക, പുളി ആഫ്രിക്ക. മനസ്സിലായോ പിള്ളേരെ? ആഫ്രിക്ക. ഓക്കെ. ശരി. അപ്പൊ അത് പഠിച്ച്. ഇനി പച്ചമുളക്. പച്ചമുളക് നമ്മൾ മറ്റേ ചിക്കനിടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കും. മെക്സിക്കോ. ഏട്ടാ, മെക്സിക്കോ. ഇത് ചോളം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒപ്പിക്കുമെന്ന്. ചോളം മിക്സിയിൽ അടിക്കൂടെ? ചോളം മിക്സിയിൽ അടിക്കുന്ന നടത്താം. അപ്പൊ ചോളം മെക്സിക്കോ. ചോളം ഏതാണ്? മെക്സിക്കോ. ഓക്കെ. അപ്പൊ വാനില, പപ്പായ, ചോളം, പച്ചമുളക് കേട്ടോ. വാനില, പപ്പായ, ചോളം, പച്ചമുളക് എവിടെയാണ്? മെക്സിക്കോ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ പിള്ളേരെ. ഓക്കെ, ഇനി ഞാൻ ഓർത്ത് പഠിപ്പിച്ചു തരാമേ. ഇന്ത്യയിൽ വരുന്നത് പ്രധാനപ്പെട്ട 4 പറയുന്നുണ്ടേ. ഓക്കെ. 1 മാമ്പഴം. മാമ്പഴം ഇന്ത്യയാണ്. ഓക്കെ. 2 ഏലം. ഏലം ഇന്ത്യയാണ്. 3 പരുത്തി ഇന്ത്യയാണ്. പിന്നെ കുരുമുളക്. ഓക്കെ. അപ്പൊ ഈ 4 എവിടെയാണ്? ഇന്ത്യ. ഏതൊക്കെ? മാമ്പഴം, ഏലം, പരുത്തി, കുരുമുളക്. നാളെ ചോദ്യം ചോദിച്ച് തകർക്കല്ലേ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യയൊക്കെ വാങ്ങിയിട കോലടിച്ചടാ. ഇന്ന് മറ്റേ ഇന്നത്തെ പഠിച്ചാ? ഇന്ന് മറ്റേ നിന്റെ മറ്റേ ഇത് നാടൻ വില. ഓക്കെ. LGS LD ഉണ്ട് കേട്ടോ. ഇന്ന് ചോദിക്കും. മാമ്പഴം, ഏലം, പരുത്തി, കുരുമുളക്, ഉരുളക്കിഴങ്ങ്. അല്ല, കുരുമുളക് ഇത് എവിടെയാണ്? ഇന്ത്യ. ഓക്കെ. ഉരുളക്കിഴങ്ങ് എവിടാ? ഉരുളക്കിഴങ്ങ്. മിക്സിയിലില്ല. മിക്സിയിലില്ല. ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. പെറു. ഉരുളക്കിഴങ്ങ് പെറു. ഉരുളക്കിഴങ്ങ് പെറു. ഓക്കെ. ശരി. അടുത്ത് കൊക്കോ. അതായിരുന്നില്ലേ കൊക്കോ? ഇവിടെ പറയും. ഇവിടെ ഭയങ്കര കൊക്കോ തീറ്റിയാണ്. പറ കൊക്കോ. എൻ്റെ കൊക്കോ ഒക്കെ അവിടെ നിന്നാണ്. ഇത് പറയാതെ ഇനി തിന്നരുത്. ഓക്കെ. കൊക്കോ അറിയാടാ? ബ്രസീൽ. അമേരിക്ക. കൊക്കോ അമേരിക്കടാ. കൊക്കോ അമേരിക്ക. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ മെക്സിക്കോ 4 പറഞ്ഞേ.
വാനില വാനില, പപ്പായ, ചോളം, പച്ചമുളക്. ഓക്കെ, ശരി. ഇന്ത്യ നാലെണ്ണം പറഞ്ഞേ. മാമ്പഴം, ഏലം, കുരുമുളക്, പരുത്തി. മാമ്പഴം, ഏലം, കുരുമുളക്, പരുത്തി. പെറു ഉരുളക്കിഴങ്ങ്. ഓക്കെ. അമേരിക്ക കൊക്കോ. ഓക്കെ, കൊക്കോ. ഓക്കെ. ഏത്? ബ്രസീൽ നാലെണ്ണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാം ഏതെങ്കിലും? നിങ്ങൾക്ക് എല്ലാം ഈ നാല് നിങ്ങൾക്ക് അറിയാം. ബ്രസീൽ 4 മരച്ചീനി റൈറ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. മരച്ചീനി, കൈതച്ചക്ക, റബ്ബർ. നിങ്ങൾ പറയണ സാധനം ഏതാണെന്ന്. റബ്ബർ. ഓക്കെ. മരച്ചീനി, കൈതച്ചക്ക, റബ്ബർ. മരച്ചീനി, കൈതച്ചക്ക, റബ്ബർ. പിന്നെ നേരത്തെ ഇടം പറഞ്ഞില്ലേ പോർച്ചുഗീസ് ഇവിടെ കൊണ്ടുവന്നത്? ഏത്? കശുമാവിനല്ലേ നീ മറ്റേ ഇത് പറഞ്ഞത്? പോർച്ചുഗീസ്. സോറി ഇടാനെ വഴക്ക് പറഞ്ഞു ചേട്ടാ, അത് തെറ്റായിരുന്നു. ഓക്കെ. കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ പിള്ളേരെ? കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ. ഏതൊക്കെ? കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ. ഇത് നാലും എവിടെന്നാ? ബ്രസീൽ. ഓക്കെ. ഈ മരച്ചീനി, ഈ റബ്ബറൊക്കെ ബ്രസീൽ വന്നതാണല്ലേ? പുഴുത്താണ് ഇവിടുത്തെ മനുഷ്യന്. ഓക്കെ. അപ്പൊ അത് പഠിച്ചില്ല പിള്ളേരെ. അപ്പൊ നമ്മളിപ്പോ 8, 12, 14 പഠിച്ചിട്ടുണ്ടേ. ഓക്കെ. അടുത്ത് മുന്തിരി പറ. ഈ മുന്തിരി കഴിച്ചു കഴിയുമ്പോഴേ, മുന്തിരി കഴിച്ച് നമ്മുടെ നാവിലെ റഫ് ഫീൽ ചെയ്യും. റഫ്. റാ വെച്ച് പറ. റഷ്യ. ഓക്കെ. മുന്തിരി റഷ്യ. ഓക്കെ. ഗോതമ്പ്. കുറെ നേരം തൊട്ട് വടക്കേ വരെ വെച്ചോണ്ടിരിക്കുന്നത്. രാജ്യം പോരടേ. ഗോതമ്പ്. സുരേഷ് ഗോപിയുടെ സിനിമയുണ്ട്. തുർക്കി. ഗോതമ്പ് തുർക്കി. ഓക്കെ. ഗോതമ്പ് ചാക്ക് നമ്മളിങ്ങനെ തൂക്കിയല്ലേ എടുക്കണത്. ഗോതമ്പ് തുർക്കി. ഓക്കെ. അപ്പൊ അത്ര. ഇനി എത്ര ഉണ്ട്? ഇനി 4 കൂടെ ഉണ്ട്. ഓക്കെ. നെല്ല് എവിടെ നിന്ന്? നെല്ല് എവിടെയാണ്? നെല്ല് ആലോചിച്ചോ. നെല്ല് ചൈന. ഓക്കെ. നെല്ല് ചൈന. ഓക്കെ. തേയില. നെല്ലും തേയില എവിടെയാണ്? ചൈന. നെല്ലും തേയിലയും ചൈന. പുളി ആഫ്രിക്ക. ഓക്കെ. തെങ്ങ് മലേഷ്യ. തെങ്ങ് മലേഷ്യ. ഫുള്ള് പഠിച്ചേ. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് ചോദിക്കാം. എടാ, ഇന്ത്യ ഏതൊക്കെയുണ്ട്? മാമ്പഴം, ഏലം, പരുത്തി. ഓക്കെ. അടുത്ത് പെറു ഉരുളക്കിഴങ്ങ്. ഓക്കെ. അമേരിക്ക കൊക്കോ. പുഴുവാ? കൊക്കോ കായല്ല. കൊക്കോ കായെന്നൊക്കെ പരീക്ഷ ചോദിക്കോടെ. കൊക്കോ കാന്ന് ചോദിക്കോ? കൊക്കോ. അമേരിക്ക. അമേരിക്കയുടെ ഇക്കയും കൊക്കോടെ ഇക്കയാണ് വെച്ചാൽ കൊക്കോ അമേരിക്ക. ഓക്കെ. ബ്രസീല് പറ. പച്ചമുളക് എവിടെയാണ്? ബ്രസീല് കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ. ഓക്കെ. റഷ്യ മുന്തിരി. തുർക്കി ഗോതമ്പ് ചാക്ക് തൂക്കി. ഓക്കെ. അടുത്ത് മെക്സിക്കോ 4 പറ. പച്ചമുളക്, വാനില, പപ്പായ, ചോളം. ഓക്കെ. വാനില, പപ്പായ, ചോളം, പച്ചമുളക്. ഓക്കെ. വാനില ചായ കുടിക്കാന്ന് തോന്നുന്നു. പറയേണ്ടി വരുന്നു. മെസ്സേജ് ചെയ്യണം. ചൈന നെല്ലും തേയിലയും. മലേഷ്യ തെങ്ങ്. ഓക്കെ. ആഫ്രിക്ക പുളി. ഓക്കെ. ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഓക്കെ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ. സുനിൽ പ്രൊഫസറോ ചോദിച്ചിട്ട് വിടാം. പറ. കാറ്റുവഴി പരാഗണം. അപ്പം താടി. നെല്ല്. ഗോതമ്പ്. ചോളം. മഹാഗണി. കരിമ്പ്. ഓക്കെ. ജലം വഴി. തെങ്ങ്, കുരുമുളക്. ജന്തുക്കൾ വഴി. ഞാൻ തന്നെ. ജന്തുക്കൾ വഴിയല്ലേ? ചേന, പേര. അയ്യോ ചേട്ടാ, പേര, പാല്. പിന്നെ അതുണ്ടായിരുന്നു മറ്റേ അസ്ത്രപ്പുല്ല്. പിന്നെ അതുണ്ടായിരുന്നു. നീ അത് അവിച്ചും കറി വെച്ചും പഴിപ്പിച്ചും കഴിക്കും. നിന്റെ തലയുമേ ബന്ധമുണ്ട്. ചക്ക. ഇവന്റെ തലയിൽ ചക്ക വീട്ടുണ്ട്. ഇവന്റെ വീട്ടില് ആടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് ആ നാട്ടിൽ എവിടെയെങ്കിലും ഈ മറ്റേ പ്ലാവിന്റെ കൊമ്പ് അരയണമെങ്കിൽ ഇവനെ വിളിക്കും കേട്ടാ. അങ്ങനെ ഇവൻ പോയി അതിന്റെ അരയാൻ വേണ്ടി താഴെ മൂട്ടിക്കുന്നത്. അങ്ങനെ ചക്ക പൊട്ടി
നേരെ തലയില്. ഞാൻ പൊളിച്ചാച്ചി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ആരെങ്കിലും നിൽക്കോ ചെറിയ തലവേദന ചോരയൊക്കെ തുപ്പി കൊണ്ട് സ്കാൻ ചെയ്തല്ല നമ്മള്. 3 ദിവസമായിട്ട് അവനാണ് ഇപ്പൊ എടുത്തത്. ഷമീം ജന്തുക്കൾ വഴി പറഞ്ഞ പൊട്ടിത്തെറിച്ച് പറ. കാശി തുമ്പ വേണ്ട. ഓക്കെ സുബിനെ ഷഡ്പദങ്ങൾ വഴി. ചേന ചേമ്പ്. ഓക്കെ അവിടെ ഇന്ത്യ പറ. മാമ്പഴം, ഏലം, കുരുമുളക്, പരുത്തി. ഓക്കെ ശരി. അവിടെ പെറു, ഉരുളക്കിഴങ്ങ്. അവിടെ അമേരിക്ക, കൊക്കോ. ഓക്കെ ഇവിടെ ബ്രസീൽ 4 നമ്പറ. മരിച്ചിനി, കഴുതച്ചക്ക, റബ്ബർ, കശുമാവ്. ഓക്കെ ഇവിടെ റഷ്യ, മുന്തിരി. തുർക്കി പറ. ഗോതമ്പ്. അവിടെ മെക്സിക്കോ 4 നമ്പറ. വാനില, പപ്പായ, ചോളം, പച്ചമുളക്. ഓക്കെ അവിടെ ചൈന 2 എണ്ണം പറഞ്ഞേ അതുല്യ. നെല്ല്, തേയില. ഓക്കെ അവിടെ തെങ്ങ്, മലേഷ്യ. ഓക്കെ പുളി എവിടെ? പുളി ആഫ്രിക്ക. ഓക്കെ എടാ ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടാണേ. എടാ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ SCRT ഇത്രയും പറയുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. SCRT എടാ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം എവിടെയാണ്? അമേരിക്കൻ. SCRT ടേബിളിൽ ഇത്രയും 2 ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ക്യാബേജ് യൂറോപ്പ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. SCRT ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാബേജ് മാത്രം യൂറോപ്പ്. ബാക്കി പറഞ്ഞ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? അമേരിക്ക ഭൂഖണ്ഡത്തിൽ നിന്നാണ്. ഓക്കെ ക്യാബേജ് മാത്രം എവിടെ നിന്നാണ്? യൂറോപ്പ്. കേട്ടോ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ പറയുന്നത് മനസ്സിലാക്കുക. അതാണ് കൃത്യമായ ആൻസർ. SCRT ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഭൂഖണ്ഡം കൊടുത്തിട്ടുണ്ട്. അതാണ് ലവ കിടക്കുന്നത്. തെക്കേ അമേരിക്ക വിളിച്ചുകൊണ്ടിരുന്നത്. പോയാവേ. ഓക്കെ ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും കാണാം. ഓക്കെ ടാറ്റ.